ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അടിവേര് ഇപ്പോഴും നിലനിൽക്കുന്നെങ്കിലും അതിന്റെ നട്ടെല്ലും വാരിയെല്ലുമെല്ലാം ഇസ്രായേൽ സേന തച്ചുടച്ചു. ഹമാസിനെ ഭൂമിയിൽ നിന്നും പിഴുതെറിയാതെ അവസാനിപ്പിക്കില്ല എന്ന വാശിയിൽ ഇസ്രായേൽ യുദ്ധം നടത്തി മുമ്പോട്ട് പോയി. ഒന്നിലധികം തവണ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ സംഭവിച്ചെങ്കിലും പക്ഷേ അത് നിലനിർത്താനോ മുമ്പോട്ട് പോവാനോ സാധിച്ചില്ല. വെടിനിർത്തൽ സമാധാന ശ്രമങ്ങൾക്കൊക്കെ ശേഷമാണ് ഹമാസിന്റെ തലവന്മാരെ ഇസ്രായേൽ സേന വധിച്ചത്. നാഥനില്ലാതെ നിലവിളിച്ച ഹമാസിനെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഒടുവിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഈജിപ്തിന്റെ സഹായത്തോടെ അമേരിക്കയുടെ ഇടപെടലോടെ യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം വരുന്ന ആദ്യത്തെ സമ്പൂർണമായ വെടിനിർത്തലാണ് വാസ്തവത്തിൽ ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 19-ാം തീയതി മുതലാണ് ഇത് നിലവിൽ വരിക. ഇസ്രായേൽ പാർലമെന്റ് അന്തിമ അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല. ഇന്നോ നാളെയോ ആ അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ബാക്കിയുണ്ട് എന്ന് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞതുകൊണ്ട് അല്പം ആശങ്ക ബാക്കിയില്ലാതില്ല. എന്നാൽ മധ്യസ്ഥതയ്ക്ക് നേതൃത്വം കൊടുത്ത ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇസ്രായേലും ഹമാസും അത് അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് കൊണ്ട് തന്നെ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഞായറാഴ്ച മുതൽ വെടിയൊച്ച അവസാനിക്കുന്നത് കാണാൻ.